ഹായ് മക്കളെ, ഞാൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇതെന്തെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളോട് ഒരാൾ ഭയങ്കര കട്ടയ്ക്ക് മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സംസാരിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ ഉടനെ നമ്മളെക്കുറിച്ച് മോശമായിട്ട് മറ്റൊരാളോട് സംസാരിച്ചു, അത് നമ്മൾ അറിയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നാളും അവർ പറഞ്ഞതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പം നമ്മൾ തിരിഞ്ഞപ്പോൾ നമ്മളൊന്നും പറയൂല, നമ്മൾ പ്രതികരിക്കത്തില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇപ്പം ഞാൻ എല്ലായിടവും കയറി നിങ്ങൾ പ്രതികരിക്കണം എന്നൊന്നും പറഞ്ഞില്ല. നമുക്ക് വേണമെങ്കിൽ വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ എന്ന് വെച്ച് മിണ്ടാതിരിക്കാം. പലപ്പോഴും ഞാൻ അങ്ങനെയാണ് ഇരുന്നിട്ടുള്ളത്. എങ്കിലും ചില സാഹചര്യങ്ങളിൽ പ്രതികരിക്കാതെ വേറെ വഴിയില്ല എന്നുള്ള സാഹചര്യങ്ങളിൽ ഞാൻ പ്രതികരിച്ചിട്ടുമുണ്ട്. ആൻഡ് പ്രതികരിക്കണം. എപ്പോഴും അങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നിയമങ്ങളുണ്ട്, നമുക്ക് നാക്കുണ്ട്, നമുക്ക് പറയേണ്ടടുത്ത് നമ്മൾ പറയേണ്ട കാര്യം പറയേണ്ടതുപോലെ പറഞ്ഞിരിക്കണം. അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മളോട് ഇങ്ങോട്ട് മോശമാണെങ്കിൽ അങ്ങോട്ടും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ആവശ്യത്തിൽ കൂടുതൽ ഹെൽപ്പൊക്കെ മേടിച്ചിട്ട് നമ്മുടെ അടുത്ത് നമ്മളൊരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ നമ്മുടെ അടുത്ത് നേരെ തിരിച്ച് ആ ഒരു രീതിയിലല്ലെങ്കിലും നാളെ ഒരു സമയത്ത് നിങ്ങളും അങ്ങനെ നിൽക്കാവുള്ളൂ. ഇന്ന് പറഞ്ഞവനെ അതുപോലെ തന്നെ തിരിച്ച് നാളെ കാണണം. ഓക്കെ, അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അല്ലാതെ നാട്ടുകാരെന്നെ കുറ്റം പറയുമോ, വീട്ടുകാരെന്നെ കുറ്റം പറയുമോ, കേട്ടാൽ മറ്റുള്ളവരെന്നെ മോശം പറയുമോ, അതൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ, എന്തിനാ വെറുതെ എന്നോർത്തിട്ട് എപ്പോഴും മിണ്ടാതിരിക്കരുത്. ചില സാഹചര്യങ്ങളിൽ സൈലൻസ് ബെറ്റർ ആണെന്ന് വെച്ചാൽ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അതായത് ഈ ഭയങ്കര പ്രായമായവരൊക്കെ ഭയങ്കരമായിട്ടിരുന്നങ്ങ് പറയും ചിലപ്പോൾ ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കേട്ടിട്ട് അവർക്ക് പ്രായമായതല്ലേ, നാട്ടുംപുറം പൊട്ട സാരമില്ല വിട്ടേക്ക് എന്നോർത്തിട്ട് വിടുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമ്മുടെയൊക്കെ ഒരു ഏജിലുള്ളവർ നിന്നിട്ട് ഒരു കാര്യമില്ലാതെ നമ്മളെ വലിച്ചിഴച്ച് നമ്മുടെ പുറകെ നടന്ന് നമ്മുടെ അടുത്തൊന്ന് ചോദിച്ച് വാങ്ങിക്കുമ്പോൾ നമ്മളത് കൊടുക്കാൻ തീരെ മടി കാണിക്കരുത്. നല്ലോണം കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. പുറകിൽ ഇനി നടക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ പ്രതികരിക്കണം. അപ്പം അത് പലപ്പോഴും ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ട് പ്രതികരിക്കാതൊക്കെ. പക്ഷെ അത് അത്ര നല്ലതല്ല. അതുകൊണ്ട് അവരൊരിക്കലും ഒതുങ്ങത്തില്ല. നമ്മൾ തിരിച്ച് പ്രതികരിക്കും എന്ന് തോന്നിയാൽ മാത്രമേ ചിലരൊക്കെ ഒതുങ്ങുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ പ്രതികരിക്കണം. എപ്പോഴും നല്ല പിള്ള കളിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അവർ വിചാരിക്കും നമ്മുടെ ക്യാരക്ടർ ഇതാണ്. എന്ത് പറഞ്ഞാലും അവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, അവനെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നിനും കൊള്ളില്ല, അങ്ങനെ വിചാരിക്കും. അല്ലാതെ നല്ല കുട്ടി ആയതുകൊണ്ടാണെന്ന് വിചാരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളെപ്പറ്റി പറഞ്ഞു നടക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുമില്ലല്ലോ. നമ്മൾ നല്ല കുട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ. അങ്ങനെ തോന്നിയിട്ടൊന്നും ആവത്തില്ല. നമ്മളൊന്നും തിരിച്ച് പ്രതികരിക്കത്തില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നോ അങ്ങോട്ട് തന്നെ തിരിച്ചും പെരുമാറുക. പണ്ട് ഞാനൊരു പോയം പഠിച്ചിട്ടുണ്ട്, എബ്രഹാം ലിങ്കന്റെ. അതിനകത്ത് പുള്ളി മകനെ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓക്കെ.